നമസ്കാരം. എൻ്റെ പേര് സുശീല ദിലീപ്, മാതൃശക്തി ജില്ലാ സംയോജികയാണ്. ഞാൻ പലപ്പോഴും വീടുകളിൽ സമ്പർക്കത്തിന് പോകാറുണ്ട്. ഹിന്ദു ഭവനങ്ങളിൽ സമ്പർക്കത്തിന് പോകുമ്പോൾ അവർ ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ സമക്ഷത്ത് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഹിന്ദു സമൂഹത്തിലേക്ക് ഒരു മതം മാറി പോകാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് എന്നറിയുമ്പോഴാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യം, അവർ മതം മാറി പോയാൽ ഇതൊന്ന് പല രീതികളിൽ പറഞ്ഞിട്ട് അറിയുന്നതാണ്. മതം മാറി പോയാൽ കുട്ടികൾക്കുള്ള ജോലി, വിദ്യാഭ്യാസം, ചികിത്സ, ഭവനം, ഇങ്ങനെയുള്ള പല ഓഫറുകളും, അത് ഓഫറുകൾ മാത്രമല്ല അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹിന്ദു സമൂഹത്തിൽ നിന്നാൽ നമ്മൾക്ക് ഇതിനുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഇല്ല. ഒരു ചികിത്സാ സഹായം ചെയ്യാവുന്നില്ല. അതുപോലെ കുട്ടികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ അപൂർവം സ്ഥാപനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മതം മാറിപ്പോയാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം, ഞങ്ങൾക്ക് ലഭ്യമാകുന്ന ഈ ധനാഗമനം നിങ്ങൾ തടസ്സപ്പെടുത്തുവല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ പലപ്പോഴും ഇല്ലാതെ പോരാറില്ല എന്ന് നമുക്ക് സമർപ്പിക്കാനുള്ള വേദിയില്ല. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രായോഗികമായൊരു വിഷയമാണ്. നമ്മൾ ആശയങ്ങളെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ക്ഷേത്രങ്ങൾ, മറ്റ് പ്രസ്ഥാനങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് സേവാപ്രവർത്തനത്തിന് മാറ്റിവെച്ചേ മതിയാവും. സ്വർണം പൂശാനും ചെമ്പ് പൂശാനും വെള്ളി പൂശാനും നിൽക്കുന്നതിന് പകരം നമ്മുടെ സമാജത്തിൻ്റെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കാൻ പ്രവർത്തിച്ചേ മതിയാവും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആ ക്ഷേത്രത്തിലും ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് വരും. ഇപ്പോൾ ചെറിയ ഉദാഹരണത്തിന് വയനാട്ടിൽ ബത്തേരി ഗണപതി വട്ടം മഹാഗണപതി ക്ഷേത്രം, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അവർ ഒരു 20 കുട്ടികളെയെങ്കിലും ഓരോരോ വർഷവും വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ട സ്വർണം, അത്യാവശ്യം കുറച്ച് പൈസ ഒക്കെ അടക്കം വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10 കുട്ടികളെയെങ്കിലും ഹയർ സ്റ്റഡീസിന് പഠിപ്പിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന്. അതുപോലെ എറണാകുളത്ത് കരയോഗം 100 കണക്കിന് പേർക്ക് ചികിത്സാ സഹായം, പ്രത്യേകിച്ച് ക്യാൻസർ, അതുപോലെ റീനൽ, ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള ചികിത്സാ സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സംഘടനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തേ മതിയാവും. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് മഹാകവി പാടിയത് വെറുതെ അല്ല. അത് നമ്മൾ മുന്നോട്ട് വരിക. രണ്ടാമതായിട്ട്, ഈ കിട്ടുന്ന ചില്ലിക്കാശല്ല നമ്മുടെ പ്രധാനം, അതിനപ്പുറത്ത് ചില മൂല്യങ്ങളുണ്ടെന്ന് അവരെ പഠിപ്പിക്കുക. ഇന്ന് നമുക്ക് തരുന്നവർ നാളെ തരില്ല എന്ന് ബോധിപ്പിക്കുക. മാറുന്നവരേ ഉള്ളൂ, മാറിക്കഴിഞ്ഞാൽ ഇല്ല. ചില സംഘടനകൾ കുറച്ചും കൂടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് മാറ്റാവുന്നതാണോ? നമുക്ക് അമ്മയെ മാറ്റാൻ പറ്റുമോ? നമുക്ക് എങ്ങനെയാണ് അമ്മയെ മാറ്റാൻ പറ്റുക? നമുക്ക് പത്നിയെ വേണമെങ്കിൽ മാറ്റാം, ഡിവോഴ്സ് ചെയ്യാം. നമുക്ക് പതിയെ വേണമെങ്കിൽ മാറ്റാം, ഡിവോഴ്സ് ചെയ്യാം. പക്ഷെ അമ്മയെ മാറ്റാൻ വല്ല വകുപ്പുണ്ടോ? ഇതുപോലെ നമ്മുടെ ധർമ്മം നമ്മുടെ മാതാവാണെന്നുള്ള കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. 1. 2, ഈ സേവ സമാജത്തിൽ നടക്കണം. ഞങ്ങളെല്ലാവരും ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യുന്നവരാണ്. നിജമായ വരുമാനമുള്ളവരല്ല ഈ ഇരിക്കുന്നവരാരും. ആരെങ്കിലും തരുന്ന ദക്ഷിണകളാണ്. പക്ഷേ അത് മുഴുവൻ തന്നെ സമാജത്തിന് വേണ്ടി വിനിയോഗിച്ച് നടക്കുന്നവരാണ് ഞങ്ങൾ. അതുപോലെ ഓരോരുത്തരും ചെയ്യുക. അതുപോലെ വ്യക്തികൾ, സംഘടന മാത്രമല്ല, വ്യക്തികൾ തങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത പങ്ക് സേവാപ്രവർത്തനത്തിന് മാറ്റിവെക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനം കൂടുക ചെയ്യുക. എനിക്ക് അടുത്ത് പരിചയമുള്ള ഇപ്പം അദ്ദേഹം മരിച്ചു, ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, മലപ്പുറം ജില്ലയിൽ ഭാസ്കരപ്പിള്ള, അദ്ദേഹം മഞ്ചേരി ഭാസ്കരപ്പിള്ള എന്നാണ് അറിയപ്പെട്ടത്. ഈ തെക്കൻ കേരളത്തിൽ നിന്ന് മലപ്പുറത്തേക്ക് കുടിയേറി
അവിടെ ഒരു LP സ്കൂൾ അധ്യാപകനായി. പതുക്കെ ഒരു വിദ്യാലയം മേടിച്ച് വലിയൊരു വിദ്യാഭ്യാസ സാമ്രാജ്യം സ്ഥാപിച്ച ആളാണ്. ഹയർ സെക്കൻഡറി സ്കൂള്, കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ, ഒരുപാട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തന്നെ അദ്ദേഹം 640 വീടുകളാണ് വീടില്ലാത്തവർക്ക് നിർമ്മിച്ചു കൊടുത്തത്. അതിന് വലിയ പരസ്യമൊന്നും കൊടുത്തിട്ടില്ല, ഒരു പരസ്യമില്ല, നല്ല വീടുകൾ. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഈ സേവ ആരംഭിച്ചതോടുകൂടി വരുമാനം കൂടുകയാണ്. വരുമാനം കൂടുമ്പോൾ കൂടുതൽ ചെയ്യാൻ കഴിയുകയാണ്. ഇത് കഥ പറയല്ല, പേരടക്കെടുത്ത് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഹോദരങ്ങളുടെ കഷ്ടപ്പാടുകളിൽ സേവ ചെയ്യാൻ മുന്നോട്ട് വരിക. കരിമരുന്നിനും മറ്റും ഉപയോഗിക്കുന്ന പണം നിർത്തുക, ധൂർത്തുകൾ നിർത്തുക, സാമാജിക സേവയിലേക്ക് ഇറങ്ങുക. എന്നാൽ ഈ പ്രശ്നം തീരും. 2, രോഗികൾക്ക് സൗജന്യ ചികിത്സകളുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പം 100% സൗജന്യമായിട്ട് കിഡ്നി സർജറി, ഹാർട്ട് സർജറി ഒക്കെ ചെയ്യുന്നതാണ് ഭഗവാൻ സത്യസായിബാബയുടെ പേരിലുള്ള ക്ഷേത്രങ്ങളിൽ. അതുപോലെ മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ആശുപത്രിയിൽ, എയിംസിൽ ഒരു നിശ്ചിത ശതമാനം സൗജന്യം ചെയ്യുന്നുണ്ട്. അതിനവരുടെ സേവാ സെക്ഷനിലേക്ക് പോകണം, നമുക്ക് വരുമാനം അത്രയേ ഉള്ളൂ എന്ന് കാണിക്കണം, എന്നാൽ നടക്കും. 3, ഇവിടെ നമുക്കൊരു 10 ലക്ഷം രൂപ വരുന്ന ചികിത്സാ ചെലവ് 50,000 രൂപ കൊണ്ട് നടക്കും പോണ്ടിച്ചേരി ജിപ്മറിലും മറ്റും. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ നയിക്കാൻ സാധിക്കണം. ശ്രദ്ധിക്കുക.